മധ്യപ്രദേശിൽ വെച്ച് നടന്ന വിന്ധ്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ 600ഓളം ചിത്രങ്ങളെ പിന്തള്ളി വയനാട്ടിലെ മാന്തി എന്ന ചിത്രം ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതം പറയുന്ന ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവരുമായി സംസാരിക്കാം. ഡോക്ടർ ശിവപ്രസാദ്, ഇപ്പോൾ നമ്മൾ ആ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ 600ഓളം ചിത്രങ്ങളെ പിന്തള്ളിയാണ് ജനജീവിത ചിത്രം എന്നുള്ള രീതിയിൽ ഈ മാന്തിക്ക് അവാർഡ് കിട്ടിയത്. ഒരുപക്ഷെ വയനാട് ജില്ലയ്ക്ക് ഈ ഇന്ത്യയിലെ നിന്ന് ഒരു ചിത്രത്തിന് മാത്രം തിരഞ്ഞെടുത്ത ഒരു പുരസ്കാരം നമുക്കൊരു അഭിമാനകരമാണ്. എന്ത് തോന്നിയ ഒരു അവാർഡ് കിട്ടിയത്? സിനിമ നിർമ്മിക്കുന്ന സമയത്തോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്തോ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ മത്സരത്തിന് അയച്ച സമയത്ത് അവർ അതിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് കയറി എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 6 ഫിലിംസാണ് ഫൈനൽ റൗണ്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ നമ്മുടെ ക്ഷണം ഞങ്ങളെല്ലാം ക്ഷണിക്കുകയും കൃത്യതപ്പെടുത്തുകയും ചെയ്ത സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നാം സ്ഥാനത്ത് വരുന്നത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബെസ്റ്റ് ഫിലിമാണെന്ന് പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഈ ഒരു ചിത്രം പൂർണ്ണമായും പുതുമുഖങ്ങളെ വെച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ ഒരുപക്ഷെ ഇതിന്റെ കഥയ്ക്കാണ് പ്രാധാന്യമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ, ഈ സ്റ്റോറി ശരിക്കും ഈ പിന്തള്ളപ്പെട്ടവരുടെ അതിജീവനത്തിൻ്റെയും അവരുടെ റെസ്പോൺസിൻ്റെ പ്രതികരണത്തിൻ്റെ ഒരു ഫിലിമാണ്. അതായത് പിന്തള്ളപ്പെട്ടു പോകുന്ന രീതി എപ്പോഴും തുടർന്നുകൊണ്ട് അടിമകളെ പോലെ കഴിയാതെ എപ്പോഴെങ്കിലും പ്രതികരിക്കുന്നൊരു മനോഭാവം മനുഷ്യനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. പ്രത്യേകിച്ച് യുവാക്കളും പിന്നെ യുവതികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ കണ്ടിരിക്കേണ്ടതാണ്. അവരെപ്പോഴും ഒരു മോട്ടിവേഷൻ ലെവലിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ തരത്തിലുള്ള ഫിലിമാണ്. ജൂറിയുടെ ഒരു വിലയിരുത്തൽ എന്തായിരുന്നു? ജൂറിയുടെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിൽ അധസ്ഥിത വിഭാഗത്തിൻ്റെയും പിന്നെ ജാതിയിൽ പിന്നോക്കം പോയവരുടെയും ഒരു മാനസികാവസ്ഥ ആണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മതത്തിൻ്റെ ഒരു ഇതും വന്നിട്ടുണ്ട്. മതേതരമായ ഒരു കൺസെപ്റ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ആ സൗഹൃദത്തിനിടയിലും മതത്തിനും ജാതിക്കൊന്നും അതുപോലെ പിന്നെ സാമൂഹിക ചുറ്റുപാടുകൾക്കൊന്നും സ്ഥാനമില്ലെന്നും സൗഹൃദം എപ്പോഴും നിർമ്മലമാണെന്നും തെളിയിക്കുന്നൊരു ഫിലിമാണ്. അച്ഛനും അമ്മയും വേറെ ജാതിയാണോ? അമ്മ ജാതി എന്താ? ഏതാണ്ട് 600ഓളം ചിത്രങ്ങളെയാണ് പിന്തള്ളി, 1-2 അല്ല. ഏതെങ്കിലും ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചതായി കണ്ടു? ഈ 6 സിനിമകൾ ഫൈനൽ റൗണ്ടിലെത്തിയ 6 സിനിമകൾ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അതിൽ തായ്വാൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു വിദേശ രാജ്യത്ത് നിന്ന്. ബാക്കി 5 സിനിമകളും ഇന്ത്യൻ സിനിമകൾ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ട്രൈബൽ വിഭാഗത്തിലുള്ള ഒരു യുവാവിൻ്റെ അവതരണമായിട്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ ട്രൈബൽ വിഭാഗത്തിലെ ജീവിതത്തിൻ്റെ ഒരു പച്ചയായ ചിത്രം തന്നെ അതിലുണ്ട്. ഒപ്പം തന്നെ ഈ ജാതിപരമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നാക്കം നിൽക്കുന്നവരുടെ അതിജീവനമായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു തനിമ നിലനിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ വയനാടിൻ്റെ ഒരു ശരിക്കുള്ള ഒരു നേർചിത്രമാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രദർശിക്കപ്പെട്ടത്. വയനാടിൻ്റെ ഒരു ദൃശ്യഭംഗിയാണ് കൂടുതൽ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വേറെ ഒരു ലൊക്കേഷനല്ല, പൂർണ്ണമായിട്ടും വയനാട് തന്നെയാണ്. അപ്പോൾ വയനാടിൻ്റെ ആ ഒരു തനിമയും ഈ പച്ചപ്പും കൃത്യമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ആ നിഷ്കളങ്കതയും നിർമ്മലതയും പ്രദർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവാർഡ് കിട്ടുമ്പോൾ ഇതൊരു അവാർഡ് ടൈപ്പ് സിനിമ എന്നുള്ള ഒരു ലേബലിലേക്ക് പോകും. പക്ഷേ ഇത് ശരിക്കും ഒരു കൊമേഴ്സ്യൽ സിനിമ തന്നെയല്ലേ? കൊമേഴ്സ്യൽ സിനിമയാണ്. ആ അവാർഡ് ഫിലിം എന്നുള്ള ഒരു ലെവലല്ല ഇത്. 7 പാട്ടുകളുണ്ട്, 3 സംഘടനകളുണ്ട്. കൃത്യമായിട്ട് സാധാരണ ഒരു സിനിമ കണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ കാണാം. കുടുംബത്തിനിരുന്ന് കാണാം. ഒരുമിച്ച് ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ഒരുമിച്ചിരുന്ന് കാണാം. മദ്യപിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ സിഗരറ്റ് പുകവലിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള യാതൊന്നുമില്ല. ഒരു കുടുംബത്തിലിരുന്ന് കണ്ട് അച്ഛനമ്മമാർക്കും കുട്ടികൾക്കും ഒരു മോട്ടിവേഷനും അധ്യാപകർക്ക് പ്രത്യേകിച്ചും ഒരു ഗൈഡൻസുമാണ് ഈ സിനിമ. പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തി വയനാടിന്റെ ദൃശ്യഭംഗി മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരിച്ച ഈ മാന്തി മെയ് മാസത്തിൽ റിലീസിനൊരുങ്ങുകയാണ്. മീനങ്ങാടിയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്.